പലപ്പോഴും കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതികളെ പേരുമാറ്റി കേരളത്തിൽ അവതരിപ്പിക്കുകയാണ് കേരളത്തിലെ സർക്കാർ പലപ്പോഴും ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് കേരളത്തിലെ സർക്കാർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ കേന്ദ്ര സർക്കാർ വിലമതിക്കുന്നില്ല, ഞങ്ങൾക്ക് വേണ്ടുന്ന പൈസ തരുന്നില്ല, ഞങ്ങൾക്ക് വേണ്ടുന്ന വികസന പ്രവർത്തനങ്ങൾ തരുന്നില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലും കേരളത്തിന് വേണ്ടി 65,000 കോടി രൂപ കൊടുക്കുക എന്ന് പറയുന്നതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക്, പൈസയുടെ കാര്യത്തിന് അപ്പുറത്തേക്ക് ഇന്നലെ ജനപങ്കാളിത്തം, അതായത് ഇന്നത്തെ അവരുടെ പരിപാടിയിൽ ഉണ്ടായിട്ടുള്ളൊരു റോഡ് ഷോയിലാണെങ്കിലും സ്റ്റേജിലേക്ക് വന്നതാണെങ്കിലും നരേന്ദ്രമോദിയാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, നമുക്കറിയാം. പക്ഷേ CPM അത് വിടുമ്പോൾ സ്വാഭാവികമായിട്ടും CPM ബഹിഷ്കരിക്കുന്ന ഒരു പരിപാടിയിലേക്ക് ആള് വരുന്നത് അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഇവിടെ ശക്തമായിട്ടൊരു മുന്നേറ്റം ഉണ്ടാകും എന്നതിൻ്റെ ഒരു സൂചനയാണോ? രാഹുലെ, അത് സൂചന എന്ന് നമുക്ക് പറയാൻ വേണമെങ്കിൽ, കാരണം നമ്മൾ പ്രായോഗിക രാഷ്ട്രീയം നമ്മൾ ആൾക്കാരൊക്കെ ഇപ്പം ചിന്തിക്കുന്നവരാണ്. പ്രായോഗിക രാഷ്ട്രീയം എന്നല്ല, ഇപ്പം എനിക്കും രാഹുലിനും നമുക്ക് കാര്യങ്ങൾ നടക്കണം. ചുവപ്പ് നാടയിൽ കുരുങ്ങി കാര്യങ്ങൾ കിടക്കാൻ പാടില്ല. വികസനം വേണം ഈ നാടിന്. വികസനം നാടിന് വേണമെന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ അനുഗ്രഹിക്കണമെന്നാണ് നരേന്ദ്രമോദി ആൾക്കാരെടുത്തത്. അവിടെ തന്നെ ഒരു വലിയ ഗിമ്മിക്കല്ലേ, അതിനൊരു വലിയ ഗിമ്മിക്കല്ലേ. ഇപ്പൊ രാഹുലിനെ കാണുന്നു നോക്കിയാൽ നമ്മൾ ഔചാരികമായി ഇറങ്ങുന്നു, ഒരു വലിയ നേതാവ് നമ്മളെ കാണുന്നു, എന്തുണ്ട് രാഹുലെ എന്ന് പേര് പറഞ്ഞ് വിളിക്കുന്നു. എന്തായിരിക്കും നമ്മുടെ മനസ്സിൽ? ഓ, അങ്ങനെ എന്നെ ശ്രദ്ധിച്ചു. അപ്പൊ നമ്മളെ ശ്രദ്ധിക്കുന്നവരല്ലേ നമുക്ക് ആവശ്യം, അല്ലാതെ നമ്മളെ ശ്രദ്ധിക്കാത്തവർ, നമ്മൾ എത്ര കൊട്ടി വിളിച്ചിട്ട് നമ്മളെ ശ്രദ്ധിക്കാത്തവരെ നമ്മൾ നോക്കൂ.